കൊറോണ വ്യാപനം കുറഞ്ഞ് UAE ഉണർന്നിരിക്കുകയാണ്. ഏവരെയും ആഹ്ലാദത്തിലാഴ്ത്തി ദുബായ് എക്സ്പോ പൊടി പൊടിക്കുന്നു. UAEയിലേക്ക് യാത്രക്കാരുടെ കുത്തൊഴുക്കാണ് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരായ പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. പ്രവാസികൾ നെട്ടോട്ടമോടുന്ന കാഴ്ച. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കടുത്ത പ്രതിസന്ധിയിലേക്ക് പ്രവാസികൾ. നിലവിലെ താമസക്കാരുടെ വാടക കുറയാത്തതിനാൽ കുറഞ്ഞ വാടകയുള്ള സ്ഥലങ്ങളിലേക്ക് പ്രവാസികൾ താമസം മാറുകയാണ് ചെയ്യുന്നത്. പുതുതായി എത്തുന്നവർക്ക് കെട്ടിട ഉടമകൾ നിരക്ക് കുറച്ച് നൽകുമ്പോൾ നിലവിലെ താമസക്കാരെ പരിഗണിക്കാത്തതാണ് മാറ്റത്തിന് കാരണമായി പറയുന്നത്. ഇങ്ങനെ മാറുമ്പോൾ കുറഞ്ഞത് 5000 തുടങ്ങി 10,000 ദിർഹത്തിന്റെ വ്യത്യാസമുണ്ടെന്ന് പലരും വെളിപ്പെടുത്തുന്നു. ഫ്ളാറ്റിൽ നിന്ന് വില്ലയിലേക്ക് മാറുമ്പോൾ ജലവൈദ്യുതി ബിൽ, ഡിപ്പോസിറ്റ്, വാറ്റ് എന്നിവയും ലാഭിക്കാവുന്നതാണ്. ഏറ്റവും ആശ്വാസകരം, പുതിയ കെട്ടിടം വിട്ട് പഴയ കെട്ടിടത്തിലേക്ക് മാറി വാടക ലാഭിക്കുന്നവരും ഇപ്പോൾ കുറവല്ല. അബുദാബിയിലെ ഷഹാമ, മുസഫ, ബനിയാസ്, മുഹമ്മദ് ബിൻ സായിദ് സിറ്റി, ഖലീഫ സിറ്റി, അൽവദ്ബ തുടങ്ങിയ പ്രദേശങ്ങളിൽ വാടക കുറഞ്ഞ സ്ഥലങ്ങളിലേക്കാണ് പ്രവാസികൾ മാറുന്നത്. എന്നാൽ ദൂരം കൂടുന്തോറും വാടകയിൽ കുറവുണ്ട്. ആയതിനാൽ തന്നെ വാഹന സൗകര്യമുള്ളവർ മാത്രമാണ് ഇത്തരത്തിൽ മാറുന്നത്. അല്ലാത്തവർ ഒരു ഫ്ളാറ്റിൽ 2 കുടുംബങ്ങൾ താമസിച്ചും ചെലവ് ചുരുക്കാനാണ് ശ്രമിക്കുന്നത്. അബുദാബിയിൽ 10 തുടങ്ങി 15% വരെ വാടക കുറഞ്ഞിട്ടുണ്ടെങ്കിലും പല കെട്ടിട ഉടമകളും ഇത് കുറച്ചിട്ടില്ല. UAEയിൽ കോവിഡ് നിയന്ത്രണത്തിൽ ഇളവ് വരികയും വിദേശികൾ എത്തിത്തുടങ്ങുകയും ചെയ്തതോടെ വാടക കൂട്ടിയവരുമുണ്ട്. ഫ്ളാറ്റുകളിലെ വാടകകൾ ഇപ്രകാരമാണ്. സ്റ്റുഡിയോ ഫ്ളാറ്റിന് ശരാശരി 25,000 തുടങ്ങി 35,000 ദിർഹം. ഒരു കിടപ്പുമുറിക്ക് 35,000 തുടങ്ങി 42,000 ദിർഹം. 2 കിടപ്പുമുറി ഫ്ളാറ്റിന് 42,000 തുടങ്ങി 55,000 ദിർഹം വരെയാണ് ശരാശരി നിരക്ക്. കെട്ടിടത്തിലെ സൗകര്യത്തിനും കാലപ്പഴക്കത്തിനും അനുസരിച്ച് നിരക്കിൽ വ്യത്യാസമുണ്ടാകും. ഇതിനു പുറമെ 5,000 ദിർഹം ഡിപ്പോസിറ്റിന്, 1000 ദിർഹം ജലവൈദ്യുതി ഡിപ്പോസിറ്റ്, 5% വാറ്റ്, ഇന്റർനെറ്റ്, രജിസ്ട്രേഷൻ ഫീസ്, പാറാവുകാർക്കുള്ള സ്നേഹോപകാരം എന്നിവ കൂടി ചേർത്താൽ തുക വർദ്ധിക്കും. ബ്രോക്കർമാരുടെ കമ്മീഷൻ വേറെയും. എന്നാൽ വില്ലയിലെ നിരക്ക് ഇപ്രകാരമാണ്. വില്ലയിലാണ് താമസമെങ്കിൽ ഇതിൽ ജലവൈദ്യുതി, ഡിപ്പോസിറ്റ്, വാറ്റ് എന്നിവ ലാഭിക്കാവുന്നതാണ്. സ്വദേശികളുടെ പേരിലുള്ള വില്ലയ്ക്കാണ് ഈ ആനുകൂല്യം. വലിപ്പമേറിയ മുറി, കുട്ടികൾക്ക് കളിക്കാനും വാഹനം പാർക്ക് ചെയ്യാനും സ്ഥലം എന്നിവയാണ് മറ്റ് ആകർഷണങ്ങൾ. അതുകൊണ്ട് ദൂരം നോക്കാതെ വില്ലകളിലേക്ക് താമസം മാറിയവരിൽ സാധാരണക്കാരും ഏറെയാണ്. എന്നാൽ മലയാളികളടക്കമുള്ള വിദേശികൾ വില്ലകൾ മൊത്തമായി എടുത്ത് വിഭജിച്ച് നൽകുന്ന മുറികൾക്ക് ഈ സൗകര്യം കുറവായിരിക്കുമെന്നാണ് അറിയപ്പെടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.